സംസ്ഥാനത്തെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുകളിലൂടെ അപകടകരമായി വൈദ്യുത ലൈനുകൾ കടന്നുപോകുന്നു. 24 വാർത്താ പരമ്പര തലയ്ക്ക് മീതെ മരണക്കണി. കൊല്ലം തേവലക്കര ഹൈസ്കൂളിന് സമാനമായി എറണാകുളത്തും സ്കൂളിന് മുകളിൽ വൈദ്യുതി ലൈൻ. അങ്കമാലി കോതകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിലാണ് മാർഗനിർദ്ദേശം ലംഘിച്ച് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. KSEB അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് പ്രധാന അധ്യാപിക 24നോട് പറഞ്ഞു. അങ്കമാലി വിദ്യാഭ്യാസ ജില്ലയിലെ കോതകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മുകളിലൂടെയാണ് വൈദ്യുതി കമ്പി കടന്നുപോകുന്നത്. അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ അപകടകരമാം വിധം ഇലക്ട്രിക് ലൈനുകൾ സ്കൂളുകൾക്ക് മുകളിലൂടെ പോയാൽ വിവരം KSEBയെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്കൂൾ തുറന്ന് 1.5 മാസം പിന്നിട്ടിട്ടും നടപടിയെടുത്തിരുന്നില്ല. തേവലക്കരയിൽ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായതിനു പിന്നാലെ 24 നടത്തിയ അന്വേഷണത്തിൽ ദൃശ്യമായ കാഴ്ചയാണിത്. 24 വാർത്താ സംഘം സ്ഥലത്തെത്തിയതിന് പിന്നാലെ വിഷയത്തിൽ പ്രധാനാധ്യാപികയുടെ ഇടപെടൽ. വിവരം KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പ്രശ്നം പഠിച്ച റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും നിർദ്ദേശം നൽകി. നമ്മുടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്കൂളിലെ അപകടാവസ്ഥയിൽ കണ്ടെത്തിയ മേൽക്കൂര കഴിഞ്ഞ മാസമാണ് പരിഹരിച്ചത്. അങ്കമാലിയിൽ നിന്നും സ്വാതി കൃഷ്ണപ്പം YS അഭിനന്ദ് 24.